എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ വിമർശനവുമായി സുപ്രീം കോടതി. എല്ലാ പരിധികളും ED ലംഘിച്ചിരിക്കുകയാണെന്നും ഫെഡറൽ സംവിധാനത്തെ പൂർണ്ണമായും ഹനിക്കുന്ന നടപടികളാണ് നടത്തുന്നതെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായി കുറ്റപ്പെടുത്തി. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷനെതിരെ ED നടത്തുന്ന അന്വേഷണവും റെയ്ഡും കോടതി സ്റ്റേ ചെയ്തു. ടാസ്മാക് മദ്യ അഴിമതി അന്വേഷിക്കാൻ മദ്രാസ് ഹൈക്കോടതി EDക്ക് അനുമതി നൽകിയിരുന്നു. ഈ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ED നടത്തുന്ന അന്വേഷണങ്ങളാണ് സുപ്രീം കോടതി വിലക്കിയത്. ഭരണഘടനയെയും ഫെഡറൽ സംവിധാനങ്ങളെയും മറികടന്ന് എല്ലാ പരിധികളും ലംഘിച്ചാണ് ടാസ്മാക് കേസിലെ അന്വേഷണം. സർക്കാർ സംവിധാനത്തിനെതിരെയാണ് ED അന്വേഷണവും റെയ്ഡും നടത്തുന്നത്. വ്യക്തികൾക്കെതിരെ കുറ്റം ചുമത്താം, എന്നാൽ ഒരു കോർപ്പറേഷനെതിരെ ഇത്തരത്തിൽ കുറ്റം ചുമത്തുന്നത് എങ്ങനെയാണെന്നും ജസ്റ്റിസ് BR ഗവായി ചോദിച്ചു. ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹും ബെഞ്ചിൽ അംഗമായിരുന്നു. 2014-2021 കാലഘട്ടത്തിൽ നടന്ന ടാസ്മാക് അഴിമതി കേസിൽ മദ്യ ചില്ലറ വിൽപ്പനശാല നടത്തിപ്പുകാർക്കെതിരെ തമിഴ്നാട് സർക്കാർ 41 FIRകൾ രജിസ്റ്റർ ചെയ്തു. 2025-ലാണ് കേസിൽ ED ഇടപെടലുണ്ടാകുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ടാസ്മാക് ആസ്ഥാനം ED റെയ്ഡ് ചെയ്യുകയും കോർപ്പറേഷൻ ഫോണുകളും മറ്റു ഉപകരണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. അവ ക്ലോൺ ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ചതായും തമിഴ്നാട് സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയെ ബോധിപ്പിച്ചു. തമിഴ്നാട് സർക്കാർ വ്യക്തികൾക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്, കോർപ്പറേഷനെതിരെ അല്ല. ചില ചില്ലറ മദ്യവിൽപ്പനശാലകളിൽ പരമാവധി വിലയേക്കാൾ ഉയർന്ന നിരക്കിൽ നേരിട്ട് പണം വാങ്ങി മദ്യവിൽപ്പന നടത്തിയതാണ് അഴിമതിക്ക് ഇടയാക്കിയത്. കോർപ്പറേഷൻ മദ്യവിൽപ്പനശാലകൾക്ക് അനുമതി നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നും സിബൽ ചൂണ്ടിക്കാട്ടി. ഈ ഘട്ടത്തിൽ കോർപ്പറേഷനെ എങ്ങനെ പ്രതിസ്ഥാനത്താക്കാൻ കഴിയുമെന്നും ചീഫ് ജസ്റ്റിസ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിനോട് വിശദീകരണം തേടി. തുടർന്നാണ് ED എല്ലാ പരിധികളും ലംഘിച്ചെന്ന പരീക്ഷണം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ടാസ്മാക്കിലെ ഉദ്യോഗസ്ഥരുടെ ഫോണുകളും മറ്റും പിടിച്ചെടുത്ത് അവ ക്ലോൺ ചെയ്യുക വഴി അവരുടെ സ്വകാര്യത ഹനിച്ചെന്നും ടാസ്മാക്കിലെ ഉദ്യോഗസ്ഥരുടെ ഫോണുകളും മറ്റും പിടിച്ചെടുത്ത് അവ ക്ലോൺ ചെയ്യുക വഴി അവരുടെ സ്വകാര്യത ഹനിച്ചെന്ന് ടാസ്മാക്കിന് വേണ്ടി ഹാജരായ മുകുൾ റോത്തഗി കോടതിയെ ബോധിപ്പിച്ചു. ഇത്തരത്തിൽ ED ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതിനാൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാനാകില്ലെന്നും ബെഞ്ച് ഇതിന് മറുപടി നൽകി. 1000 കോടിയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്ന വാദമുഖം SV രാജു ഉയർത്തിയെങ്കിലും അതിനോട് യോജിക്കാൻ ബെഞ്ച് തയ്യാറായില്ല. സംസ്ഥാനം കേസിൽ FIRകൾ രജിസ്റ്റർ ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. അനാവശ്യമായ വിഷയത്തിൽ എന്തിനാണ് ED ഇടപെടുന്നത്? എവിടെയാണ് ED ആരോപിക്കുന്ന കുറ്റമെന്നും ചീഫ് ജസ്റ്റിസ് ആരാഞ്ഞു. ഹർജിയിൽ EDക്ക് നോട്ടീസ് അയക്കാൻ ബെഞ്ച് ഉത്തരവായി. അതുവരെ കേസിൽ തുടർ നടപടികൾ പാടില്ലെന്നും ഉത്തരവിട്ടു.